ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമുക്ക് ഒരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു കേക്ക് എനിക്ക് പണി കിട്ടിയ ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഡിസൈനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പം നമുക്ക് കേക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ആയി പോവുകയോ എന്തെങ്കിലും കേക്ക് പൊട്ടിപ്പോവുകയോ ചെയ്താലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് റീമേക്ക് ചെയ്ത് നല്ല അടിപൊളി ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു തെളിവാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും എന്താണ് ഈ കേക്കിന് പറ്റിയതെന്നും നമുക്ക് ഈ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ നമുക്ക് ആദ്യം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അരിപ്പ വെച്ചിട്ട് നമുക്ക് 1 കപ്പ് മൈദ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 പ്രാവശ്യം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 4 മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ക്രീമി പരുവാവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇത് ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേക്കൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കമ്പിൽ. അപ്പോൾ നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം റിമൂവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഷുഗർ സിറപ്പ് ഞാൻ നേരത്തെ തന്നെ ഷുഗർ സിറപ്പാക്കി ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ കട്ട് ചെയ്ത ലെയറിൽ നിന്ന് നമുക്ക് ആദ്യം ഫസ്റ്റിലത്തെ ലെയർ ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സ്, വൈറ്റും ബ്ലാക്കും ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഷുഗർ സിറപ്പിലും അല്പം ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കേക്കിന് കുറച്ചും കൂടെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഈ 2 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ബാക്കി 2 ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം സെക്കൻഡ് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ചെയ്യുന്നതിന് മുന്നേ കേക്കിൻ്റെ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഞാനിത് ടോപ്പ് ഫോർവേഡ് കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം അതാണ് ഞാൻ നിങ്ങളുടെ കേക്ക് റെഡിയാക്കുന്നതിന് മുന്നേ പറഞ്ഞത്. കുറച്ച് പണി കിട്ടിയ കേക്കാണ്. അപ്പം ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയാകും, നേരെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗം ഞാനിത് മക്കൾക്ക് കഴിക്കാനും കൊടുത്തായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് സ്ക്വയറാക്കിയുള്ള സർക്കിളാക്കിയുള്ളൊരു കേക്ക് റെഡിയാക്കി എടുക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ആ ഒരു കോൺഫിഡൻറ്റോടെ ഇത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇത് നേരെ ടോപ്പ് ഫോർവേഡായിട്ട് ചെയ്തപ്പോൾ അതെനിക്ക് ചെയ്തെടുക്കാനും പറ്റിയില്ല. പിന്നെയാണ് ഞാൻ ഹാഫ് കട്ടിങ് ആക്കി അതിന് ഡിസൈൻ ചെയ്ത് എടുത്തത്. അപ്പോൾ ഞാൻ ഇതേപോലെ ആ കട്ട് ചെയ്ത ഭാഗം മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ സ്പാച്ചുലൊക്കെ
ഒരു സ്പാച്ചുലയും കേക്കിൻ്റെ കട്ടിങ് ഇതും വെച്ചിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നേരെ വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു 2 മിനിറ്റ് അത് നേരെ നിന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ കേക്ക് ചരിഞ്ഞ് സ്ലൈഡായിട്ടൊന്ന് ചരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിവിടെ കേക്ക് ആൾറെഡി കേക്ക് നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ ആ കേക്കിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ കേക്ക് ആ സപ്പോർട്ടില്ലാതെ തന്നെ കറക്റ്റ് ഒന്ന് ചരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. കാരണം നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റാൻഡിങ് കേക്ക് ചെയ്യുന്നെങ്കിൽ, കാരണം നമ്മൾ സ്റ്റാക്കൊന്നും വെക്കാതെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആ കേക്ക് ആൾറെഡി നമ്മൾ സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഞാനാണെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് നല്ല രീതിയിൽ വെറ്റ് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് കേക്ക് ടോപ്പ് ഫോർവേഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് കേക്ക് ഒന്ന് ലൈറ്റായിട്ട് മാത്രമേ വെറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതേപോലെ ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു അരമണിക്കൂറേ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പം അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കണം. ഞാൻ ഉടനെ തന്നെ ടോപ്പ് ഫോർവേഡ് കേക്ക് നല്ല കറക്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഞാനൊരു ഹാഫ് കട്ടിങ് കേക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഐസിങ്ങിന് വേണ്ടി ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം ഈ ഒരു ലൈറ്റ് ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ടോപ്പിലും സൈഡിലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് ഐസിങ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ട് മുകളിലും സൈഡിലും എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും. ഇത് ഞാൻ ഇതിന് മുന്നേ സ്പാച്ചുല വെച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്പോഞ്ച് വെച്ചും നമുക്ക് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ഭംഗിയാണ് ആ ഒരു ഡിസൈൻ കാണാൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് എല്ലാ ഭാഗത്തും ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ നോസിൽ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് റോസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഒരു അല്പം പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിങ്കും ഒരു അല്പം വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ച് റോസ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഫ്ലവർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ ഓപ്പോസിറ്റായിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ടോപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആ മോൾഡിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ടോപ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടെ നല്ല അടിപൊളി ഒരു ലുക്ക് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കിന് കുറച്ചും കൂടെ നല്ലൊരു യുണീക്ക് ലുക്ക് കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും മുകളിലെ ടോപ്പിലും സൈഡിലുമായിട്ടൊന്ന് ഗോൾഡൻ ഡസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ മോൾഡൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മളുടെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഷുഗർ ബീഡ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സിൽവറിൻ്റെ ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ളൊരു നല്ല കാണാനും നല്ല യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും നമുക്കിതേപോലെ റീമേക്ക് ചെയ്ത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു തെളിവാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി അടുത്ത റെസിപ്പിയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.